L2 എമ്പുരാൻ. സിനിമയുടെ ടൈറ്റിലിൽ എ എന്തിനാണിങ്ങനെ ചുവന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള ഉത്തരവും എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട മറ്റു ചില ഡീകോഡിങ്ങുകളുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് വിവരങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ പറയേണ്ടതുണ്ട്. അതറിയുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാവും. ഇല്ലുമിനാറ്റി 1776 യുക്തിചിന്തയും മതേതരത്വവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഡം വൈഷോപ്റ്റ് എന്ന ജർമ്മൻ പ്രൊഫസർ സ്ഥാപിച്ച ഒരു ചരിത്രപരമായ രഹസ്യ സംഘടനയായിരുന്നു ദ ഓർഡർ ഓഫ് ഇല്ലുമിനാറ്റി. 1785 ഇല്ലുമിനാറ്റിയും അതുമായി ബന്ധപ്പെട്ടവരും ഇല്ലാതായി അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കി എന്ന് കരുതപ്പെട്ടെങ്കിലും 20-ാം നൂറ്റാണ്ട് മുതൽ ഇല്ലുമിനാറ്റി ഒരു ഗൂഢ സംഘടനയാണ് എന്ന രീതിയിൽ വീണ്ടും കേട്ടുതുടങ്ങി. പിന്നീട് ആധുനിക കാലഘട്ടത്തിൽ ഇല്ലുമിനാറ്റി ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ഗൂഢശക്തിയായി കരുതപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെത്തി. ഇതിന് ചരിത്രപരമായ തെളിവുകളില്ല എന്നതുപോലും അതിന്റെ നിഗൂഢതയെ ബാക്കിയാക്കി കാണേണ്ടി വരും. ഇല്ലുമിനാറ്റി എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശിതർ എന്നാണ്. ത്രികോണത്തിൽ കാണുന്ന ഒരു കണ്ണ്, മൂങ്ങ, ഇങ്ങനെ പലതും ഇല്ലുമിനാറ്റിയുടെ പ്രതീകങ്ങളാണ്. അർജന്റിയം ആസ്ട്രം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പ്രശസ്ത ബ്രിട്ടീഷ് ദാർശനികനായ അലിസ്റ്റർ ക്രൗലി സ്ഥാപിച്ച ഒരു രഹസ്യ മത ദാർശനിക സംഘടനയായിരുന്നു അർജന്റിയം ആസ്ട്രം. അലിസ്റ്റർ ക്രൗലിക്ക് ലഭിച്ചതായി പറയപ്പെടുന്ന എന്തോ ദർശനത്തിൽ തെളിഞ്ഞ തീലിമ എന്ന സിദ്ധാന്തത്തിൽ ഊന്നിയാണ് അർജന്റിയം ആസ്ട്രം മുന്നോട്ടു പോയിരുന്നത്. ലാറ്റിൻ ഭാഷയിൽ അർജന്റിയം ആസ്ട്രം എന്നതിന്റെ അർത്ഥം സിൽവർ സ്റ്റാർ എന്നാണ്. അലിസ്റ്റർ ഒരിക്കലും സ്വയം സിൽവർ സ്റ്റാർ ആണ് എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. എങ്കിലും ദ ഗ്രേറ്റ് ബീസ്റ്റ് അല്ലെങ്കിൽ 666 എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നു. 666 ക്രിസ്ത്യൻ ബൈബിളിൽ വെളിപാട് 13:18 സാത്താനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അലിസ്റ്റർ അതിനെ പുനർവ്യാഖ്യാനം ചെയ്ത് ശക്തിയുടെ പ്രതീകമാണ് എന്നാണ് കണക്കാക്കിയിരുന്നത്. അർജന്റിയം ആസ്ട്രം എന്നതിന്റെ ഷോർട്ട് ഫോം എഴുതുന്നത് ഇങ്ങനെ തന്നെ, എ. ടൈറ്റിലിലെ ആ ചുവന്ന അക്ഷരങ്ങൾ ഇത് തന്നെയല്ലേ? ദ ബുക്ക് ഓഫ് ഏബ്രമലിൻ 15-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതായി കരുതപ്പെടുന്ന ഒരു മിസ്റ്റിക്കൽ ഗ്രന്ഥമാണിത്. ഇത് എഴുതിയിരിക്കുന്നത് എബ്രഹാം ഓഫ് വോംസ് എന്ന ജർമ്മൻ ജൂത പണ്ഡിതനാണ് എന്ന് പറയപ്പെടുന്നു. ഈ പുസ്തകത്തിൽ ഒരു വ്യക്തിയുടെ ഹോളി ഗാർഡിയൻ ഏഞ്ചൽ, അതായത് HGA എന്ന ദിവ്യബോധവുമായി ബന്ധപ്പെടാനുള്ള രഹസ്യവിദ്യകളും ആചാരങ്ങളും മറ്റുമാണ് വിവരിക്കുന്നത്. മന്ത്രവാദം, ആത്മീയ ശുദ്ധീകരണം, ദുഷ്ടശക്തികളെ നിയന്ത്രിക്കൽ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങളൊക്കെയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദ ബുക്ക് ഓഫ് ഏബ്രമലിൻ എന്ന ഗ്രന്ഥത്തിന്റെ ആചാരങ്ങളെ അർജന്റിയം ആസ്ട്രം സ്ഥാപകനായ അലിസ്റ്റർ ക്രൗലി തന്റെ തീലിമ ദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം. അബ്രാം നാം തോ സുനാ ഹി ഹോഗാ നാ. LVX ഇത് ലാറ്റിൻ വാക്കായ ലക്സ് എന്നതിന്റെ ഒരു രൂപമാണ്. ഇതിനർത്ഥം പ്രകാശം അഥവാ ലൈറ്റ് എന്നാണ്. അർജന്റിയം ആസ്ട്രമിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ളവരുടെ പല എഴുത്തുകളിലും പുസ്തകങ്ങളിലും അവരുടെ ഒരു അടയാളമായി ഒരു സിഗ്നേച്ചർ കണക്കെ LVX എന്ന് എഴുതിയിരിക്കുന്നതായി പറയപ്പെടുന്നു. ഇല്ലുമിനാറ്റിയുടെ ഭാഗമായി LVX എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളതായി അറിവില്ല. എങ്കിലും ഇല്ലുമിനാറ്റിയുടെ ലക്ഷ്യം ജ്ഞാനോദയം അഥവാ എൻലൈറ്റ്മെന്റ് ആയിരുന്നു. LVX മുന്നോട്ട് വയ്ക്കുന്ന ആശയവും ഏതാണ്ട് ഇതൊക്കെ തന്നെ. LVXന്റെ അക്ഷരങ്ങൾക്കിടയിലെ കുത്തുകൾ ശ്രദ്ധിച്ചല്ലോ അല്ലെ? ഇനി അബ്രാം ഖുറേഷിയുടെ മോതിരം സാധാരണയായി ഒരു ഉടമ്പടിയെയാണ് സൂചിപ്പിക്കുന്നത്. ലൂസിഫർ എന്ന സിനിമയുടെ അവസാന ഭാഗത്ത് അബ്രാമിന്റെ കയ്യിലെ മോതിരം നമ്മളെ കാണിക്കുന്നത് തലതിരിച്ചാണ്. അതിലെ ആ ചിത്രം നമുക്കപ്പോൾ തോന്നുന്നത് സിക്കാഡ അഥവാ ചീവീട് ആണ് എന്നായിരുന്നു. തുടർന്ന് എമ്പുരാന്റെ ടൈറ്റിൽ റിവീലിംഗ് ഡേറ്റ് ഇൻഫോ പോസ്റ്റിലും ഇതേ രീതിയിൽ തന്നെ മോതിരത്തിന്റെ ചിത്രം തലതിരിച്ച് കാണിച്ചിരുന്നു. അങ്ങനെ അത് സിക്കാഡ തന്നെയാണ് എന്ന് ആരാധകർ ഉറപ്പിച്ചു. എന്നാൽ ട്രെയിലർ വന്നപ്പോഴോ അബ്രാം വലിച്ചെറിയുന്നതായി കാണിക്കുന്ന മോതിരത്തിന്റെ ചിത്രം ഈഗിൾ അഥവാ കഴുകന്റേതാണ്. ഒരു ചിത്രം 2 കാഴ്ചകൾ. അബ്രാം ഈഗിൾ കണക്ഷൻ നോക്കിയാൽ പല സംസ്കാരങ്ങളിലും കഴുകൻ ശക്തി, സ്വാതന്ത്ര്യം, ഉയർന്ന ദർശനം എന്നിവയെ പ്രതിനിധീകരിക്കുന്നുണ്ട്. കഴുകന്റെ ചിറകുകൾ, ശക്തമായ നോട്ടം എന്നിവയെ ഇല്ലുമിനാറ്റിയുടെ ആധിപത്യവും നിരീക്ഷണവുമായി ഒക്കെ ചിലർ ബന്ധപ്പെടുത്തുന്നുമുണ്ട്. L2 എമ്പുരാനിലെ എ ചുവപ്പ് കളറിൽ വേറിട്ടു നിർത്തിയിരിക്കുന്നതിന്റെ പ്രധാന കാരണം മുകളിൽ പറഞ്ഞതിലെ അർജന്റിയം ആസ്ട്രമിന്റെ ഷോർട്ട് ഫോം ആയ എ ആണ് എന്നാണ് ഒരു നിഗമനം. ടൈറ്റിലിലെ ഓരോ അക്ഷരങ്ങൾക്കുമിടയിലെ കുത്തുകൾ എടുത്തിരിക്കുന്നത് എ ഫോളോവേഴ്സിന്റെ സിഗ്നേച്ചർ ആണ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന LVXൽ നിന്നുമാണ് എന്ന് വേണം അനുമാനിക്കാം. അതുപോലെ എ ഒഴിച്ച് ബാക്കി ലെറ്ററുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് തോന്നിപ്പിക്കുന്ന ഡാർക്ക് സിൽവർ കളറിലാണ്.
ലൂസിഫറിന്റെ ടൈറ്റിൽ പരിശോധിച്ചാൽ അത് മൊത്തത്തിൽ സിൽവർ കളറായിരുന്നു. അങ്ങനെ മുകളിൽ പറഞ്ഞ സിൽവർ സ്റ്റാറിനെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് വേണം കരുതാൻ. അബ്രാം ഖുറേഷി എന്ന സിൽവർ സ്റ്റാർ. എമ്പുരാൻ, ലൂസിഫർ എന്നീ സിനിമകളിലേക്ക് വന്നാൽ അബ്രാം ഖുറേഷി അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പേരിന് ആധാരം ദ ബുക്ക് ഓഫ് ഏബ്രമലിൻ ആവണം. അതുപോലെ തന്നെ അബ്രാം ഖുറേഷിയുടെ വിരലിൽ കാണുന്ന ഈഗിളിന്റെ ചിത്രം കൊത്തിയ ആ മോതിരം, അത് അബ്രാമിന്റെ ശക്തിയെയും ആധിപത്യത്തെയും ഉയർന്ന കാഴ്ചപ്പാടുകളെയും പ്രസ്ഥാനത്തോടുള്ള ഉടമ്പടിയുടേതും ഒക്കെ ആവണം. ഇല്ലുമിനാറ്റിക്ക് അർജന്റിയം ആശ്രമായോ ദ ബുക്ക് ഓഫ് എബ്രമലിനുമായോ LVXുമായോ ചരിത്ര പശ്ചാത്തലത്തിൽ പ്രത്യക്ഷത്തിൽ കണക്ഷൻ ഒന്നുമില്ല എങ്കിലും ഇവ രണ്ടും 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലെ പ്രോഡക്റ്റ് ആണ് എന്ന് വേണം കണക്കാക്കാൻ. ഇന്റർനെറ്റിലെ പല ആർട്ടിക്കിളുകളിലും ഇവയെല്ലാം ഇല്ലുമിനാറ്റിയുടെ ഭാഗമാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. അതെല്ലാമാണ് മുരളി ഗോപി എന്ന എഴുത്തുകാരനും പൃഥ്വിരാജ് എന്ന സംവിധായകനും ചേർന്ന് ഇതെല്ലാം കൂട്ടി ഇല്ലുമിനാറ്റി ആണ് എന്ന വലിയ ആശയത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഒരു യമണ്ടൻ തിയറി തന്നെ കണക്ട് ചെയ്ത് കാണിക്കുന്നത്. പൃഥ്വിരാജും മുരളി ഗോപിയും ഇനി വല്ല ഇല്ലുമിനാറ്റിയും ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇല്ലുമിനാറ്റിയുടെ അർത്ഥതലങ്ങൾ അവർക്ക് യോജിക്കുന്നവയാണ് എന്നറിയാം. പ്രകാശിതർ, മലയാള സിനിമാ ലോകത്തെ പ്രകാശിതർ, ഒപ്പം മോഹൻലാൽ എന്ന എവർ ഷൈനിങ് സിൽവർ സ്റ്റാറും. ടീം എമ്പുരാന് വിജയാശംസകളോടെ മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസ്.